ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാം, നവീന്റെ വീട്ടുകാര് ചോദിച്ചത് എല്ലാരും ചോദിക്കുന്നൊരു കാര്യമല്ലേ? ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് ഒരു വാശിയൊന്നും അല്ലല്ലോ. മാം ഫോൺ കട്ട് ചെയ്തപ്പോ അവർക്കത് വിഷമായിട്ടുണ്ടാവും. മാം അവരെ വിളിക്കണം. വിവാഹം അടുത്തിരിക്കുന്ന സമയം ഇത്. ഇങ്ങനൊരു തർക്കം തമ്മിലുണ്ടാവുന്നത് അത്ര നല്ലതല്ല. സിനി, വാ. ശ്രീനിവാസ്, ഇത്രയും വെറുപ്പുള്ള ഒരാളുടെ ചിത്രം ഞാനെന്തിനാ സൂക്ഷിച്ചു വെച്ചതെന്ന് സിനി ചിന്തിക്കുന്നില്ലേ? നോക്ക, ഈ ഫോട്ടോ ആയിരുന്നു, ഇയാളോടുള്ള വാശിയായിരുന്നു എന്റെ ഊർജം മുഴുവനും. എന്റെ ബിസിനസ് കരിയറിലെ ഓരോ നേട്ടങ്ങളും ആഘോഷിക്കുന്നത് സിനി കണ്ടിട്ടില്ലേ? ആളുകളുടെ പുകഴ്ത്തലുകൾ, വാഴ്ത്തിപ്പാടലുകൾ, അതിന്റെയൊക്കെ നടുവില് നിൽക്കുമ്പോഴും അതെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് എന്റെ ഈ മുറിയിലേക്ക് എത്താനുള്ള തിടുക്കത്തിലായിരിക്കും ഞാൻ. എന്തിനെന്നറിയോ? ഈ ഫോട്ടോയുടെ മുന്നിൽ നിൽക്കാൻ, എന്റെ ഓരോ ജയങ്ങളും ഇയാളെ കാണിച്ചു കൊടുക്കാൻ. ഒരു പെണ്ണിനെ തോപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തോടെ പടിയിറങ്ങിയ ശ്രീനിവാസിന് ജയിച്ചു നിൽക്കുന്ന പെണ്ണിന്റെ ആഘോഷങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ഇയാൾ എവിടെയെന്ന് എനിക്കറിയില്ല. ഉണ്ടാവും, എവിടെയെങ്കിലും കാണും. എന്നെങ്കിലും ഒരിക്കൽ നേരി കാണും ഞാൻ. ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതെല്ലാം അന്നായിരിക്കും പെയ്തു തീരാൻ പോകുന്നത്. അന്ന് അയാളുടെ മുഖത്ത് അഹങ്കാരത്തിന്റെ ചിരി ഉണ്ടാവില്ല, തോറ്റുപോയവന്റെ ഭാവമായിരിക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന കുത്തിക്കീറലുകളൊക്കെ നീ കണ്ടോ സിനി? ഓരോ തവണ ഇതിൽ കുത്തി വരയ്ക്കുമ്പോഴും അയാളുടെ മുഖത്തല്ല, അയാളുടെ നെഞ്ചത്താണെന്ന് സങ്കല്പിച്ചാ ഞാൻ ചെയ്യാറ്. സ്വന്തം മകളുടെ വളർച്ച അറിയാത്ത ഒരച്ഛൻ അവളുടെ വിവാഹപ്പന്തലിൽ മാത്രം ഒരാളുടെയും ചോദ്യത്തിന് ആളാവാനായിട്ട് അങ്ങനെ വരണ്ട. അത് സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ. ഗാഥയ്ക്ക് അച്ഛനും അമ്മയായിട്ട് ഈ സിത്താര മാത്രമേ ഉള്ളൂ. എന്റെ മോളുടെ വളർച്ചയില് അവക്ക് കിട്ടാൻ പോകുന്ന ബന്ധത്തില് ശ്രീനിവാസന് ഒരു പങ്കുമില്ല. മാമിന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. മാമിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഇതൊക്കെ ശരിയാ.